അങ്ങനെയുള്ളവർ കുറച്ച് ഞാൻ ഒന്ന് നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കാറ്? കാരണം ഒരു കുറച്ചു പേർക്ക് കൊടുക്കുന്ന പൊട്ടുകൂടി ഇതിനകത്ത് കാണിക്കുന്നു. എന്താന്ന് ഞാൻ പറയുന്നില്ല, സബ്ജക്റ്റിന്റെ സ്പോയിലർ ആകുന്നത്. കാരണം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വാക്കുകൾക്കും പേരുകൾക്കും വിലക്ക് വീഴുന്ന നാട്ടിൽ ചിന്തകൾക്ക് വിലക്ക് വീഴാൻ വിദൂരമല്ല. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു തോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചർച്ചയാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു? അതിന് പേടിയില്ല, കാരണം ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് മൈൻഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇതിനകത്തൂടെ പറയുന്നത്. അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് അത് ഇൻട്രോളിന് ശേഷം ആ ഒരു ഏരിയ ആണ് വരുന്നത്. അപ്പം പിന്നെ മെയിൻലി ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചില വിഷമങ്ങളുണ്ടാവും. മീൻസ് എന്താ പറയാ, ചില ഫേക്ക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ കുറച്ച് ഞാൻ ഒന്ന് നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം എല്ലാവർക്കും പറയാൻ എനിക്ക് തോന്നി, അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആരും മൈൻഡ് ചെയ്തത്. എന്തോ ഫസ്റ്റ് ഡേ ഇറങ്ങുന്ന സിനിമകൾക്ക് ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നത് പറയാൻ എനിക്ക് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ പലപ്പോഴും ആദ്യം വരുന്ന പ്രതീക്ഷയോടെ ഉണ്ടാകുന്ന റിസൾട്ട് പിന്നീട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പേടി തട്ടിയിട്ടുണ്ടോ? പേടി തട്ടിന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര്, നമ്മുടെ ക്രൂ, അങ്ങനെയല്ലോ എല്ലാവരും നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത്. അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒരിക്കലും അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇന്നൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിഷ്ണു ഒക്കെ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. എന്താണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. ഇപ്പോ കേരളത്തിലെ അങ്ങോട്ടുള്ള തിയേറ്റേഴ്സിൽ നിന്നും ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത്. സിനിമ അത്യാവശ്യം എന്നല്ല നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ സംവിധായകരടക്കം എന്ന് പറയുകയാണ് ഒരുപാട് ഒരു ക്ലീൻ എന്റർടൈനർ. കാരണം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയെങ്കിൽ തമാശയുണ്ട്, നല്ല രീതിയിൽ തമാശയുണ്ട്. അത് കോമഡിയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പാട്ടുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവ എന്നുള്ളതാണ് ടോട്ടൽ. ഇപ്പൊ കേരളത്തിൽ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഇറങ്ങുന്ന ഈ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കോൾ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എല്ലായിടത്തും നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്.